Hello guys, welcome to my YouTube channel. My name is Anjana. സോ ഇന്ന് ഞാനൊരു ഫിലിം റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു ഓളം സൃഷ്ടിച്ച അല്ലെങ്കിൽ ഒരു തരംഗം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന L2 എമ്പുരാൻ. ബേസിക്കലി ഞാനൊരു ഫിലിം റിവ്യൂവർ, അങ്ങനെ പ്രോ ആയിട്ട് റിവ്യൂ ചെയ്യുന്ന ആളൊന്നുമല്ല. സിനിമയുടെ എല്ലാ വശങ്ങളും കൂട്ടിക്കിഴിച്ച് സൂക്ഷ്മമായി ദർശിച്ച് അതിനെ കീറി മുറിച്ച് അതിന്റെ സ്പന്ദനം കണ്ടെത്തി പറയുന്ന അത്രയ്ക്കാളൊന്നുമല്ല. പക്ഷേ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. ഞാൻ ആ ഫിലിം കണ്ടിട്ട് അതിൽ നിന്ന് എന്നെ എത്രത്തോളം ആ ഫിലിം ഇമ്പാക്ട് ചെയ്തു, ഹൗ ഐ ഫെൽറ്റ് ആസ് എൻ ഓഡിയൻസ്, അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ ലൂസിഫർ അല്ല, എമ്പുരാൻ കണ്ടവർക്കും കാണാത്തവർക്കും ഇനി കാണാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ മൂവിയെ പറ്റി വൺ ലൈനിൽ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് എ നൈസ് മൂവി. അത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. നല്ല വിഷ്വൽ ക്ലാരിറ്റി അല്ലെങ്കിൽ ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണെന്ന് നമുക്ക് പറയാം. ശരിക്കും ഈ മൂവി ഇറങ്ങിയപ്പം ലൂസിഫറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഹൈപ്പോട് കൂടിയാണ് ഇറങ്ങിയത്. അതിന്റെ ഒരു ഇമ്പാക്ട് ആൾക്കാരിൽ ഉണ്ടായിരുന്നു. കാര്യം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നു, പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെ റിവീൽ ചെയ്യുന്നു, അവരെ പരിചയപ്പെടുത്തുന്നു, പിന്നെ അതുപോലെ തന്നെ പ്രൊമോഷൻസ്, പല പല സ്ഥലത്തുള്ള പ്രൊമോഷൻസ്. സോ ഒരു ഹൈപ്പിലാണ് ഇറങ്ങിയത്. പക്ഷെ മൂവി ഇറങ്ങിക്കഴിഞ്ഞപ്പം ആ ഹൈപ്പിനനുസരിച്ച് ഉള്ള ഇമ്പാക്ട് ആൾക്കാരിൽ ഉണ്ടായോ, അല്ലെങ്കിൽ ആ ഹൈപ്പിന് അത്രയ്ക്ക് വേർത്ത് ആണോ? മൂവി റിലീസ് ആവുന്നതിന് മുമ്പ് വരെ ഭയങ്കര ഹൈപ്പായിരുന്നു. മൂവി റിലീസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മിക്സ്ഡ് റിവ്യൂ ആണ്. അതിന് കാരണം എന്താണ്? ശരിക്കും ഒരു നൈസ് സ്റ്റോറി ആണ്. ശരിക്കും അതിൽ കഥയുണ്ടോ? യെസ്, കഥയുണ്ട്. പക്ഷേ എന്താണ് ഒരു മിക്സ്ഡ് റിവ്യൂ വരുന്നതെന്ന് വെച്ചാൽ, അതിന്റെ പ്രീവിയസ് സീരീസിലുള്ള ലൂസിഫറുമായിട്ട് ഈ മൂവി കമ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ലൂസിഫർ എന്ന് പറയുമ്പോൾ സൈലന്റ് ആയിട്ട് വന്ന് ഒരു ഹിറ്റ് അടിച്ച ഒരു എപ്പിക് മൂവിയാണ്. പക്ഷെ ഇത് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് അത്രത്തോളം ആൾക്കാർ അത്രയും പ്രതീക്ഷിച്ചിട്ട് അതിന്റെ അത്ര ലെവലിൽ എത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മിക്സ്ഡ് റിവ്യൂ പിന്നെ അതുപോലെ തന്നെ ഡീഗ്രേഡിങ്ങും വരുന്നത്. അതില് പ്രധാനമായിട്ടും ചില ആൾക്കാർക്ക് തോന്നുന്നതും പിന്നെ എനിക്കും കണ്ടപ്പോൾ തോന്നി. കാരണം ലൂസിഫറിൽ ഒരു കഥയുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇതിൽ കഥയില്ലെന്നല്ല, ഇതിലും കഥയുണ്ട്. പക്ഷേ മറ്റേതെന്ന് പറയുമ്പോൾ ലൂസിഫറിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിൽ ഓർക്കാവുന്ന രീതിയിൽ ഒരു കഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇതില് കുറച്ചും കൂടെ വാർ, ഫൈറ്റ്, അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് അവിടെ ഓർത്തിരിക്കാൻ മാത്രം ഒരു എലമെന്റ് ഈ സിനിമയിൽ ഇല്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ അതുപോലെ തന്നെ ലൂസിഫറില് ഫുൾ ഒരു മലയാളം ടച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരുന്നു. പക്ഷെ ഇത് ഒരു ഇന്റർനാഷണൽ മൂവിയാണ്. സോ പല പല ലാംഗ്വേജുകളുണ്ട്. ആദ്യത്തെ ഒരു 20 മിനിറ്റ്സോളം ഹിന്ദിയാണ്, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ്, കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷ് ഒക്കെയാണ്. നമ്മൾ താഴെ സബ് ടൈറ്റിൽസ് വായിക്കുന്നതിന് മുമ്പ് അതിന് അടുത്ത സീനാവും. സോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂറ്റിയുടെ ഒരു പ്രശ്നവും എനിക്ക് തോന്നി. കാര്യം ഒരു രാജ്യത്ത് നിന്ന് നേരെ അടുത്ത രാജ്യത്തോട്ട് പോവുക, അങ്ങനെ പോകുമ്പോൾ ഒരു കണ്ടിന്യൂറ്റിയുടെ ചെറിയൊരു പ്രശ്നമുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളു മെയിൻലി പ്രശ്നം. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സെനാരിയോ കുറെ വരുന്നത് കൊണ്ട് അങ്ങനെയും ഒരു ഡീഗ്രേഡിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ഇതാണ് ബേസിക്കലി എനിക്ക് എമ്പുരാൻ കണ്ടിട്ട് തോന്നിയത്. പക്ഷെ നമ്മൾ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യാതിരുന്നാൽ മതി. എമ്പുരാൻ ഇറ്റ്സ് സ്റ്റിൽ എ നൈസ് മൂവി. പക്ഷെ നമ്മളെ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അതുകൊണ്ട് അങ്ങനെ എത്തിയില്ല, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇങ്ങനെ ഡീഗ്രേഡിങ്ങും മിക്സ്ഡ് റിവ്യൂ ഒക്കെ വരുന്നത്. പിന്നെ ഇതിൽ കുറച്ചും കൂടെ കൂടുതൽ ഫൈറ്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുന്നത് നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ടു കാണും. അതുകൊണ്ടാണ് ആൾക്കാരുടെ ഹൈപ്പിന് അത്രയ്ക്കും എത്താതെ പോയത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഈ മൂവിയെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ നൈസ് മൂവി. നമുക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഒരിക്കലും OTT പ്ലാറ്റ്ഫോമിൽ എക്സ്പീരിയൻസ് ചെയ്താൽ അത്ര ആംബിയൻസ് കിട്ടത്തില്ല. നല്ല തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ 27-ാം തീയതി തന്നെ പോയി കാണണമെന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല. 28-ാം തീയതി എനിക്ക് ടിക്കറ്റ് കിട്ടി, പക്ഷെ അത് കുറച്ച് സൈഡിൽ സീറ്റ് ആയതുകൊണ്ട് ഞാൻ പോയില്ല. പകരം 29-ാം തീയതി കറക്റ്റ് നടുക്ക് തന്നെ ഇരുന്ന് കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 29-ാം തീയതി ബുക്ക് ചെയ്ത് പോയി കണ്ടത്.
സോ അങ്ങനെ നല്ലൊരു തിയേറ്ററിൽ ഇരുന്ന് കണ്ടാലേ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ്, ആ ഫിലിം എൻജോയ് ചെയ്യുന്നതിന്റെ ഒരു ഫുൾ ഇത് കിട്ടത്തുള്ളൂ. പിന്നെ ഫിലിമിനെ പറ്റി പറയുവാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ദ ഡയറക്ടർ ബ്രില്യൻസ്, പൃഥ്വിരാജ് ഭയങ്കര അടിപൊളിയായിട്ട്, നല്ല അടിപൊളിയായിട്ടാണ് ഡയറക്ഷനും കാര്യങ്ങളും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ വലിയ പ്രോ റിവ്യൂ ഒന്നുമല്ല, പക്ഷെ അത് കണ്ടിട്ട് എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഭയങ്കര അടിപൊളി ഡയറക്ഷൻ ആയിരുന്നു. പിന്നെ അതുപോലെ അവർ ചൂസ് ചെയ്ത സ്ഥലങ്ങൾ അടിപൊളിയാണ്. നമുക്ക് ആ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല നല്ല സ്ഥലങ്ങളും കാര്യങ്ങളും. പിന്നെ ഫൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല റിയൽ ആയിട്ട് തോന്നും. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കും കുറച്ച് റിയൽ ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും. പിന്നെ അതുപോലെ ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം ഭയങ്കര ടോപ്പ് നോച്ച് ആയിരുന്നു. പിന്നെ മ്യൂസിക്കിനെ പറ്റി പറയാനാണെങ്കിൽ മ്യൂസിക് ഇങ്ങനെ ആവശ്യമുള്ള സ്ഥലത്തും ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരുപാട് മ്യൂസിക് ഇങ്ങനെ കുത്തി കയറ്റിട്ടുള്ള പോലെ എനിക്ക് തോന്നി. ലൂസിഫറിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ അധികം ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇങ്ങനെ പല പല സ്ഥലത്ത് ഇങ്ങനെ ആവശ്യമില്ലാതെ BGM ഒക്കെ ആഡ് ചെയ്ത പോലെ എനിക്ക് തോന്നി. പിന്നെ ബാക്കിയെല്ലാം അധികം പാട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ല, പക്ഷെ ഉള്ള പാട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അഭിനയത്തിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ട കാര്യം, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു, ഭയങ്കര അടിപൊളിയായിട്ട് അഭിനയിച്ചു. ഈ പറയുന്ന പോലെ ഇപ്പം ലൂസിഫറിലെ തന്നെ മഞ്ജു വാര്യരൊക്കെ ആണെങ്കിലും വലിയ സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് എംപുരാനിലോട്ട് വന്നപ്പോൾ അത് രണ്ടിരട്ടി ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിരുന്നത്. നല്ല ഒരു ബോൾഡ് ക്യാരക്ടറായിട്ട് കൺവേർട്ട് ആയി. ഹലോ പ്രിയ. ഇപ്പൊ പുതിയതായിട്ട് വന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ആ മൂവിയായിട്ട് സിങ്ക് ആയിട്ട് നമുക്കൊരു റിയാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് എല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്ത് പോവരുത്. ഇത് ശരിക്കും ഒരു ആ ഫ്രാഞ്ചൈസിൽ ഒരു സെക്കൻഡ്, ഒരു എൻറ്റയർ ഡിഫറെന്റ് മൂവിയാണ്. കണക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ യെസ്, കണക്ഷൻ ഉണ്ട്. ഫസ്റ്റില് ലൂസിഫർ അല്ലെങ്കിൽ മോഹൻലാൽ ആരാന്ന് പറയുന്നു, അതിന്റെ എൻഡില് അതിന്റെ ശരിക്കും ആ റിയൽ ക്യാരക്ടർ ആരാന്ന് പറയുന്നു. പിന്നെ സെക്കൻഡിലോട്ട് വരുമ്പോൾ വലിയ ക്യാരക്ടറിന്റെ സ്റ്റോറിയാണ്, കണക്ഷൻ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ് നമ്മൾ പോകരുത്. അതെന്ന് പറഞ്ഞു പോയാൽ നമുക്ക് ഒരിക്കലും ആ സിനിമയുടെ എഫക്റ്റ് ഇമ്പാക്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. സോ അങ്ങനെ കമ്പയർ ചെയ്ത് പോകരുത്. ജസ്റ്റ് എൻറ്റയർലി ഡിഫറെന്റ് മൂവിയാണ്. നമുക്ക് വൺ ടൈം ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ കാണാൻ പറ്റിയ ഒരു മൂവിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന മൂവിയാണ്. ഈ ആൾക്കാർ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട്, ഡിഗ്രേഡിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് അത്രയ്ക്കൊന്നും തോന്നിയില്ല കണ്ടിട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബേസിക്കലി ഞാൻ അങ്ങനെ ഒരു മോഹൻലാൽ ഫാൻ ഒന്നുമില്ല, പക്ഷെ ഞാൻ ഈ മൂവിക്ക് വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ, പിന്നെ ലൂസിഫർ അത്രയും നല്ല ഒരു പടമായിരുന്നു. അപ്പോ നമ്മൾ ഓൾറെഡി ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത്രയും പ്രതീക്ഷയ്ക്കൊത്ത് വന്നോന്ന് വെച്ചാൽ അത്രയ്ക്കും ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു മൂവിയാണ്. തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല മൂവിയാണ്. സോ അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ആസ് എ ഓഡിയൻസ് എന്ന നിലയിൽ ഞാൻ പോയി കണ്ടിട്ട് ഒരു നൈസ് മൂവിയാണ്. ഒരിക്കലും കമ്പയർ ചെയ്തിട്ട് പോവാതിരുന്നാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, കമ്പയർ ചെയ്തിട്ട് പോകരുത്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ലൂസിഫർ കണ്ട്, കാരണം 6 വർഷം മുമ്പ് ഇറങ്ങിയ പടമല്ലേ, അപ്പൊ കണ്ട് ഒന്ന് ഓർമ്മ പുതുക്കിയിട്ട്, ഞാൻ കണ്ട് ഓർമ്മ പുതുക്കിയിട്ടാണ് പോയത്. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരു ഡിഫറെന്റ് മൂവിയിൽ കണ്ടിന്യൂവേഷൻ ഉണ്ട്, അവിടെ ഒരു കഥയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെ ഓർമ്മ പുതുക്കണം എന്നൊന്നുമില്ല. പക്ഷെ എന്നാലും കണ്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ കാണാൻ പോകുന്നവരാണെങ്കിൽ, കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തിയേറ്ററിലൊക്കെ പോയി കാണുക. ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ പോയിരുന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരിക്കലും ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള എക്സ്പീരിയൻസ് ഒന്നും കിട്ടത്തില്ല. അതൊരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ആ എക്സ്പീരിയൻസ് ഒന്നും ഒരിക്കലും നമുക്ക് OTTയിൽ വീട്ടിലിരുന്ന് നമ്മൾ സോഫയിലിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന നമുക്ക് അതൊന്നും കിട്ടത്തില്ല. അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് അത് കൊള്ളത്തില്ല, അയ്യോ അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ കേട്ട് പോയാൽ ഒരിക്കലും നമുക്ക് ആ ഫിലിം എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണം എന്ന നിലയിൽ വേണം പോവാൻ. അല്ലാണ്ട് അവരിങ്ങനെ പറഞ്ഞു ഫസ്റ്റുമായിട്ട് നോക്കുമ്പോൾ അത് കൊള്ളത്തില്ല, അതിൽ ഇതാണ് എന്നൊക്കെ പറഞ്ഞു പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഫിലിം എൻജോയ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കാണാൻ പോകുന്നവരും കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സോ അടുത്തൊരു ഫിലിമിന്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.